കാഷ്വൽ സെക്സ് യുവജനങ്ങളുടെ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ വളരെയധികം കേൾക്കുന്ന ഒരു പദമാണ് ഈ കാഷ്വൽ സെക്സ്. അതായത് ശിഷ്ടകാലം മൊത്തം ഒരുമിച്ച് ജീവിക്കുമെന്ന് ഉറപ്പുകളൊന്നുമില്ലാതെ ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രം ഏർപ്പെടുന്ന ഒരു ബന്ധം. ഇംഗ്ലീഷിൽ ഇതിന് ഫ്രണ്ട്സ് വിത്ത് ബെനഫിറ്റ്സ് എന്നും ഹുക്കപ്പ് സെക്സ് എന്നും കൂടെ പറയാറുണ്ട്. നമ്മുടെ സമൂഹം ഇന്ന് വളരെയധികം അവജ്ഞയോടുകൂടെ കാണുന്ന ഒരു ലൈംഗിക പ്രവൃത്തിയും കൂടെയാണ് ഈ കാഷ്വൽ സെക്സ്. എന്നാൽ നിങ്ങൾ 200 കൊല്ലം മുമ്പായിരുന്നു കേരളത്തിൽ ജീവിച്ചിരുന്നതെങ്കിൽ ഇത് നമ്മളുടെ സമൂഹം അംഗീകരിച്ചിരുന്ന ഒരു ലൈംഗിക പ്രവൃത്തിയായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ. അന്ന് മലയാളികൾ ഇതിന് പറഞ്ഞിരുന്ന പേരാണ് സംബന്ധം. എന്തായിരുന്നു ഈ സംബന്ധം? എന്തൊക്കെയായിരുന്നു സംബന്ധത്തിൻ്റെ സവിശേഷതകൾ? എങ്ങനെയാണ് സംബന്ധം ഇല്ലാതായത്? ഈ വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് സംബന്ധത്തെപ്പറ്റി വളരെയധികം ഗവേഷണങ്ങൾ നടത്തുകയും പുസ്തകം പബ്ലിഷ് ചെയ്യുകയും ഒക്കെ ചെയ്ത എഴുത്തുകാരിയും ഡൽഹിയിലെ അശോക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായ മലയാളിയും മലബാറുകാരിയുമായ മാധവി മേനോനാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഈ ലൈംഗിക വിദ്യാഭ്യാസം കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ സ്കൂളിലും കോളേജിലും മാത്രമല്ല നമ്മളുടെ സമൂഹം ആദരിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഇന്നുമില്ല എന്നുള്ള വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിൽ ഒരു ഡോക്ടർ ആയതുകൊണ്ടോ MBBSഉം MDയും ഒക്കെ എടുത്തതുകൊണ്ട് മാത്രമോ ഒന്നും ലൈംഗികതയെപ്പറ്റി സംസാരിക്കുവാനോ ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനോ ഒന്നും യാതൊരു യോഗ്യതയുമില്ല എന്ന് സാരം. വിവോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സോളജിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും സെക്ഷുവാലിറ്റി എക്സ്പേർട്സുകളെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. കാരണം വിവോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? പ്രൊഫസർ മാധവി മേനൻ സംബന്ധത്തെപ്പറ്റി പഠിക്കാനുണ്ടായ സാഹചര്യം വളരെ യാദൃശ്ചികമായിരുന്നു. സ്വന്തം അച്ഛനുമായിട്ട് കല്യാണത്തെ ചൊല്ലിയുണ്ടായ ഒരു തർക്കമായിരുന്നു അതിലേക്ക് നയിച്ചത്. കല്യാണം സ്ത്രീ വിരുദ്ധമാണെന്നും തനിക്ക് കല്യാണം കഴിക്കാതെ പങ്കാളിയുമൊത്ത് ജീവിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞ മകളോട് ഇത് പാരമ്പര്യത്തിന് വിരുദ്ധമാണെന്നും ഇത് നാട്ടുനടപ്പിനെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തിയാണെന്നൊക്കെ പറഞ്ഞ് വിലക്കിയപ്പോൾ ആ വിലക്കിനെതിരെയാണ് താൻ ആദ്യമായിട്ട് സംബന്ധത്തെപ്പറ്റി സംസാരിച്ചത് എന്നാണ് പ്രൊഫസർ മാധവി മേനൻ പറഞ്ഞത്. അച്ഛൻ ഈ പറയുന്ന പാരമ്പര്യം നായർ സമുദായത്തിൻ്റെ പാരമ്പര്യമല്ല, അത് ബ്രിട്ടീഷുകാരനുണ്ടാക്കിയ ഒരു പാരമ്പര്യമാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ പാരമ്പര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള നായർ സമുദായത്തിൻ്റെ പാരമ്പര്യത്തെപ്പറ്റിയും ചരിത്രത്തെപ്പറ്റിയും കൂടെ സംസാരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് താൻ അച്ഛനോട് പറയുകയുണ്ടായി എന്ന് പ്രൊഫസർ മാധവി മേനൻ പറഞ്ഞു. എന്തായിരുന്നു സത്യത്തിൽ ഈ സംബന്ധം? കേരളത്തിലെ നായർ സമുദായത്തിൻ്റെ ഇടയിൽ ഏകദേശം 9ാം നൂറ്റാണ്ട് മുതൽ ഈ അടുത്ത കാലം വരെ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഈ സംബന്ധം എന്ന് പറയുന്നത്. നായർ സ്ത്രീകൾക്ക് വളരെയധികം ലൈംഗിക സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും വസ്തുക്കൾക്ക് മേൽ അവകാശവും ഒക്കെ നൽകിയിരുന്ന ഒരു സമ്പ്രദായം കൂടിയായിരുന്നു ഈ സംബന്ധം. എങ്ങനെയാണ് ഈ സംബന്ധം നിലവിൽ വന്നത്? ഇതിന് ഒരു വ്യക്തമായ ഉത്തരം നൽകാൻ സാധിക്കുകയില്ല എന്നാണ് പ്രൊഫസർ മാധവി മേനൻ പറഞ്ഞത്. ഒരു പ്രധാന കാര്യമായിട്ട് പറയുന്നത് നായർ പുരുഷന്മാർ യോദ്ധാക്കളായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ രാജാവിനോടൊപ്പം യുദ്ധത്തിലും മറ്റും പങ്കെടുക്കുന്നതിന് വേണ്ടി വളരെയധികം യാത്രകൾ ചെയ്തിരുന്ന വ്യക്തികളും ആയിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവർക്ക് ഒരു നോർമലായിട്ടുള്ള കുടുംബജീവിതം സാധ്യമല്ലായിരുന്നു. കല്യാണം കഴിച്ചാൽ പോലും ഭാര്യയും ഒത്ത് ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഈ ഒരു അവസ്ഥ കാരണം നായർ സ്ത്രീകൾ സ്വന്തം ലൈംഗിക സുഖം സ്വയം കണ്ടെത്താൻ തീരുമാനിക്കുകയും മറ്റു പുരുഷന്മാരുമായിട്ടൊക്കെ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ നായർ സ്ത്രീകൾ ഉണ്ടാക്കിയ ഈ ഒരു ഏർപ്പാടിൽ നായർ പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കില്ല എന്നാണ് പ്രൊഫസർ മേനൻ പറഞ്ഞത്. മാത്രവുമല്ല, ഈ ഒരു സംബന്ധ വ്യവസ്ഥിതിയെ പിന്തുണച്ചുകൊണ്ടുള്ള നായർ പുരുഷന്മാരുടെ വിവരണവും ഇന്ന് നമുക്ക് ലഭ്യമാണ്. നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൽ കാഷ്വൽ സെക്സ് എന്നും ഫ്രണ്ട്സ് വിത്ത് ബെനഫിറ്റ്സ് എന്നും ഹുക്കപ്പ് സെക്സ് എന്നും ഒക്കെ പറയുന്നത് പോലെ ഈ സംബന്ധവും ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു. ഈ സംബന്ധം എന്ന് പറയുന്നത് നമ്മളിന്ന് മനസ്സിലാക്കുന്നത് പോലെ ശിഷ്ടകാലം മുഴുവനും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചോളാം എന്ന് പറയുന്ന ഒരു കല്യാണമൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിന് നിശ്ചിത ദൈർഘ്യവും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു ചടങ്ങ് ഇന്ന് നായർ കല്യാണങ്ങളിൽ ഉള്ളതുപോലെ പുടവയും വെറ്റിലയും പാക്കുമൊക്കെ കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഒരു പൂജാരിയുടെ ആവശ്യം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സംബന്ധം നടന്നിരുന്നത് എപ്പോഴും ആ സ്ത്രീയുടെ പേരിലുള്ള തറവാട്ടിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആ സംബന്ധക്കാരൻ, അതായത് ആ സ്ത്രീയുടെ ഭർത്താവോ കാമുകനോ ബോയ് ഫ്രണ്ടോ ഒക്കെ ചെല്ലുന്നത് ആ സ്ത്രീക്ക് അവകാശമുള്ള വീട്ടിലായിരുന്നു. ആ സംബന്ധക്കാരനുമായിട്ട് താൻ ബിസിയാണെന്നും തന്നെ ആരും ശല്യം ചെയ്യരുതെന്നുമൊക്കെ ഒരു സ്ത്രീ ബാക്കിയുള്ളവരെ അറിയിച്ചിരുന്നത് അവരുടെ വീട്ടിൽ വരുന്ന സംബന്ധക്കാരൻ്റെ ചെരുപ്പും കുടയും ഒക്കെ വാതിലിന് പുറത്ത് പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു. ആ സംബന്ധത്തിൽ ഉണ്ടാകുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ആ തറവാട്ടിലാണ് ജനിച്ചു വളരുക.
അതിൽ പെൺകുട്ടികൾക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. കാരണം ആ തറവാടും ആ തറവാടിൻ്റെ പേരും ആസ്തിക്കും പൈസയ്ക്കുമൊക്കെ അവകാശികൾ അവരായിരുന്നു. ഈ സംബന്ധം നടന്നിരുന്നത് എപ്പോഴും ഒരു സ്ത്രീയുടെ വീട്ടിൽ വെച്ചായിരുന്നതുകൊണ്ട് തന്നെ തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പുരുഷനെ എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കാനും ഒരേ സമയം പല പുരുഷന്മാരുമായിട്ട് സംബന്ധത്തിൽ ഏർപ്പെടാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ നായന്മാരുടെയും പൂർവികർ ഈ സംബന്ധത്തിൻ്റെ സന്തതികളാണ് എന്നും പ്രൊഫസർ മാധവി പറഞ്ഞു. ഞാൻ മുമ്പ് സംബന്ധത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ കമൻ്റ് ഇട്ട ഒരു വ്യക്തി എന്നോട് ചോദിച്ചത് 200 കൊല്ലം മുമ്പ് കേരളത്തിലെ സ്ത്രീകൾക്ക് എവിടെയായിരുന്നു ലൈംഗികതയിൽ കൺസെൻറ്റ് എന്നാണ്. ഈ സംബന്ധം നടന്നിരുന്നത് ഒരു സ്ത്രീയുടെ വീട്ടിൽ വെച്ചായിരുന്നതുകൊണ്ട് തന്നെ അവിടെ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പുരുഷനെ ചവിട്ടി പുറത്താക്കാനുള്ള ഒരു അവകാശവും അവൾക്കുണ്ടായിരുന്നു. ഇതിന് തന്നെയാണ് സായിപ്പ് ഇന്ന് കൺസെന്റ് എന്ന് പറയുന്നത്. 200 കൊല്ലം മുമ്പ് കേരളത്തിൽ ജീവിച്ചിരുന്ന മലയാളി പുരുഷന്മാർക്ക് ലൈംഗികതയിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കൺസെന്റിന്റെ പ്രാധാന്യത്തെപ്പറ്റി ഉണ്ടായിരുന്ന ഒരു തിരിച്ചറിവ് എന്തുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒട്ടുമിക്ക മലയാളി പുരുഷന്മാർക്കും ഇല്ലാത്തത്? കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ സാമൂഹിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മലയാളി പുരുഷന്മാരുടെ ഈ കൺസെന്റിനെ പറ്റിയുള്ള അജ്ഞത തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഒരു സ്ത്രീ പുരുഷന്റെ സർവ്വ അധികാരമുള്ള വസ്തുവും അടിമയും ചരക്കുമൊക്കെയാണ് എന്ന് പഠിപ്പിക്കുന്ന കഴിഞ്ഞ 200 കൊല്ലത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സാമൂഹിക ബോധമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചോദ്യം ചെയ്യുന്നത്. കേരളത്തിന്റെ തൊഴിൽ മേഖലയിൽ തുടക്കം കുറിച്ച ഈ ഒരു മാറ്റം ഇന്ന് പൊതുവിടങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ സ്ത്രീയുടെ സ്ഥാനം പുരയ്ക്കുള്ളിലാണ് എന്ന് കരുതുന്ന വളരെയധികം പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ ഇന്നും കേരളത്തിലുണ്ട്. ഈ ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലാ ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിലും വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിലുമൊക്കെ വനിതാ ജംഗ്ഷൻ എന്ന പരിപാടിയിലൂടെ തിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവിടങ്ങൾ സ്ത്രീകളുടേത് കൂടെയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഉച്ചയ്ക്ക് 2 മുതൽ പാതിരാത്രി വരെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ വിവിധ തുറകളിൽപ്പെട്ട സ്ത്രീകൾ വേദി കൈയടക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നവംബറിൽ തുടക്കം കുറിച്ച ഈ പരിപാടിയിൽ ഇതിനോടകം 4 ലക്ഷത്തിലധികം സ്ത്രീകൾ പങ്കെടുത്തു കഴിഞ്ഞു. വനിതാ ജംഗ്ഷൻ പരിപാടിയുടെ ജില്ലാതല സമാപനം വരുന്ന ഫെബ്രുവരി 7-ാം തീയതി തിരുവനന്തപുരം മാനവീയം വീതിയിൽ വെച്ച് നടക്കുന്നതായിരിക്കും. ഏവർക്കും സ്വാഗതം. ജംഗ്ഷനിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളൂ. സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറയാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിക്കാം. ഈ സംബന്ധത്തിനെതിരെ ഇന്ന് കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്ന പ്രധാന വിമർശനങ്ങൾ ഈ സംബന്ധം ഇന്ന് പറയുന്നത് പോലെ സ്ത്രീകൾക്ക് വളരെയധികം വ്യക്തി സ്വാതന്ത്ര്യവും ലൈംഗിക സ്വാതന്ത്ര്യവും ഒന്നും നൽകിയിരുന്നില്ല എന്നും ഇത് നമ്പൂതിരിമാർക്ക് നായർ സ്ത്രീകളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗ്ഗമായിരുന്നുവെന്നും ഒരു സ്ത്രീയുടെ വസ്തുവകകളൊക്കെ പലപ്പോഴും കൈകാര്യം ചെയ്തിരുന്നത് അവരുടെ ആങ്ങളമാരും അമ്മാവന്മാരും ഒക്കെ ആയിരുന്നു എന്ന് തുടങ്ങിയ വാദങ്ങളാണ്. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഈ സംബന്ധത്തിന് ലൈംഗിക ചൂഷണത്തിൻ്റെ ഒരു വശം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ് എന്നാണ് പ്രൊഫസർ മാധവി മേനോനും പറഞ്ഞത്. ഇന്ത്യയുടെ പ്രധാന പ്രശ്നം ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകളാണെന്നും ഈ ബ്രാഹ്മണരെന്ന് പറയുന്നത് പൊതുവെ ബാഡ് ന്യൂസ് ആണ് എന്നും പ്രൊഫസർ മാധവി മേനോൻ പറയുകയുണ്ടായി. എന്നുവെച്ച് എല്ലാ ബ്രാഹ്മണരെയും ഒരുപോലെ കാണേണ്ട കാര്യമില്ല എന്നും പ്രൊഫസർ മാധവി കൂട്ടിച്ചേർത്തു. നമ്പൂതിരിമാരുടെ ഇടയിൽ മൂത്ത പുത്രന് മാത്രമേ വേറൊരു നമ്പൂതിരി സ്ത്രീയെ, അതായത് നമ്പൂതിരി അന്തർജനത്തെ കല്യാണം കഴിക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ.
ബാക്കിയുള്ള നമ്പൂതിരി സഹോദരന്മാരെ നായർ സ്ത്രീകളുമായിട്ട് ഒരു സംബന്ധത്തിൽ ഏർപ്പെടാനാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ഈ ഒരു ബന്ധത്തിന് ചൂഷണത്തിൻ്റെ ഒരു വശം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ പല നായന്മാർക്കും ഈ ഒരു ബന്ധം സ്വീകാര്യമായിരുന്നു എന്നുള്ളതും വസ്തുത തന്നെയാണ്. പല നായന്മാരും ഉള്ളുകൊണ്ട് ബ്രാഹ്മണരാകാൻ കൊതിച്ചു നടന്നിരുന്നവരാണ് എന്നാണ് പ്രൊഫസർ മാധവി പറഞ്ഞത്. പക്ഷേ ഈ ചൂഷണത്തിൻ്റെ കഥ പറയുമ്പോൾ തന്നെ അതിനോടൊപ്പം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, പല നായർ കുടുംബങ്ങളും നമ്പൂതിരിമാരെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്പൂതിരിമാരെ കാട്ടിലും പണവും പ്രശസ്തിയും പ്രതാപവും ഒക്കെ ഉള്ളവരായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ എല്ലാ നായർ സ്ത്രീകൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നും പ്രൊഫസർ മാധവി പറഞ്ഞു. തൻ്റെ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് തന്നെ പഴയ തൃശ്ശൂർ മഹാരാജാവിൻ്റെ കുടുംബമായിട്ടും കോഴിക്കോട് സാമൂതിരിയുടെ കുടുംബമായിട്ടും ഒക്കെ ബന്ധമുണ്ട് എന്നും അവർ പറഞ്ഞു. മനുഷ്യനിർമ്മിതമായ എല്ലാ പ്രസ്ഥാനങ്ങളിലും ചൂഷണമുണ്ട്. അത് സംബന്ധത്തിൽ മാത്രമല്ല. കല്യാണവും ഒരു ചൂഷണം തന്നെയാണ് എന്നാണ് പ്രൊഫസർ മാധവി പറഞ്ഞത്. ഇന്നത്തെ ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിൽ കല്യാണം മാത്രമാണ് ശരിയായ ഏകബന്ധം എന്ന് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിൽ സംബന്ധത്തെ താൻ ഒരു ഉചിതമായ ബദൽ സംവിധാനമായിട്ട് ആണ് കാണുന്നതെന്നും പ്രൊഫസർ മാധവി പറഞ്ഞു. ഇന്ന് കല്യാണത്തിലൂടെ പല സ്ത്രീകൾക്കും ലഭിക്കുന്ന കുടുംബസ്വത്തും പേരും പൈസയും ഒക്കെ ഒരു നായർ സ്ത്രീയെ സംബന്ധിച്ച് കല്യാണം കഴിക്കാതെ തന്നെ ലഭിക്കുമ്പോൾ ഒരു കല്യാണത്തിൻ്റെ ആവശ്യം തന്നെ എന്താണ് എന്ന് പ്രൊഫസർ മാധവി ചോദിക്കുകയുണ്ടായി. പല നായർ കുടുംബങ്ങളിലും ഈ സ്ത്രീക്ക് അവകാശപ്പെട്ട വസ്തുക്കളും മറ്റും കൈകാര്യം ചെയ്തിരുന്നത് അവരുടെ ആങ്ങളമാരും അമ്മാവന്മാരും ഒക്കെയാണ് എന്നാണ് ഈ സംബന്ധത്തെ വിമർശിക്കുന്നവരെന്ന് പറയുന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? ഈ ഒരു വസ്തുത അംഗീകരിച്ചാൽ പോലും അപ്പോഴും ആ പുരുഷന്മാർ കൈകാര്യം ചെയ്യുന്ന വസ്തുക്കളും തറവാടും ഒക്കെ ആ സ്ത്രീയുടെ പേരിലുള്ളതാണ്. ഒരു പുരുഷന് അതിൻ്റെ അവകാശിയാകാൻ പറ്റത്തില്ല. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഈ സംബന്ധം എങ്ങനെയാണ് കേരളത്തിൽ അവസാനിച്ചതെന്നും ആരൊക്കെയായിരുന്നു അതിൻ്റെ പിന്നിലെന്നുമൊക്കെ കാത്തിരുന്ന് കാണുക വരുന്ന ചൊവ്വാഴ്ച.